വാർത്തകൾ വിശദമായി. ജിഷ വധക്കേസിൽ കൂടുതൽ തെളിവുകൾ ശേഖരിച്ച് അന്വേഷണ സംഘം പ്രതി അമീറുൽ ഇസ്ലാമിനെ 3 മണിക്ക് പെരുമ്പാവൂർ കോടതിയിൽ ഹാജരാക്കും. വിശദ അന്വേഷണത്തിനായി പ്രതിയെ 15 ദിവസത്തെ കസ്റ്റഡിയിൽ വേണമെന്ന് പോലീസ് ആവശ്യപ്പെടും. വിവരങ്ങളുമായി അലക്സ് റാം മുഹമ്മദ് ചേരുന്നുണ്ട്. അലക്സ്, എന്തൊക്കെയാണ് വിവരങ്ങൾ? അലക്സ്, കേൾക്കാമെങ്കിൽ എപ്പോഴായിരിക്കും പ്രതിയെ കോടതിയിൽ ഹാജരാക്കുക? ഒപ്പം മറ്റു വിവരങ്ങൾ കൂടി. ഇന്ന് ഉച്ചയ്ക്ക് 3 മണിയോടുകൂടി പ്രതി അമീറുൽ ഇസ്ലാമിനെ കോടതിയിൽ പെരുമ്പാവൂരിലെ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കുമെന്നാണ് നമുക്ക് ഇതുവരെ അറിയാൻ കഴിയുന്നത്. പക്ഷെ കോടതിയുടെ ഭാഗത്തു നിന്ന് ചില അഭിഭാഷകരുടെ ഭാഗത്തു നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇന്നലെ ഏതാണ്ട് 5:30 മണിയോടുകൂടിയാണ് പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. അപ്പോൾ 24 മണിക്കൂറിനുള്ളിൽ കോടതിയിൽ ഹാജരാക്കിയാൽ മതി എന്നൊരു നിയമമുണ്ട്. പക്ഷേ വൈകാനും സാധ്യതയുണ്ട്. അതിന് കാരണമായി ഉയർത്തിക്കാട്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം സുരക്ഷാ പ്രശ്നം തന്നെയാണ്. കാരണം ഈ രാവിലെ മുതൽ തന്നെ കോടതിയിൽ അതായത് പെരുമ്പാവൂർ കോടതിയിൽ ഈ പ്രതിയെ ഹാജരാക്കും എന്നറിഞ്ഞ് പെരുമ്പാവൂരിലെ ഒരു നിവാസികൾ, സ്വദേശികൾ, ഒരുപാട് ജനങ്ങൾ ഈ കോടതിയിലേക്ക് എത്തിയിരുന്നു. അത് കഴിഞ്ഞാൽ അവർ തിരിച്ചറിഞ്ഞത് രാവിലെ പ്രതിയെ കോടതിയിലേക്ക് ഹാജരാക്കില്ല, അത് വൈകും എന്ന് തിരിച്ചറിഞ്ഞത്. എന്നാൽ പോലും അല്പം മുൻപ് വരെ കോടതി ഒഴിഞ്ഞ അവസ്ഥയിലായിരുന്നെങ്കിൽ ഇപ്പോൾ 1 മണിയോട് അടുക്കുമ്പോൾ ഏതാണ്ട് കോടതി പരിസരം ആളുകളെ കൊണ്ട് അല്ലെങ്കിൽ ജനങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു. കോടതി വളത്തിൽ തന്നെ വടംകെട്ടി പോലീസ് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇത്തരത്തിലേക്ക് വലിയ സുരക്ഷ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. പോലീസ് ഭയക്കുന്നുണ്ട് പ്രതിയെ ഇവിടെ കൊണ്ടുവരുമ്പോൾ പ്രതിക്ക് നേരെ ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് ആക്രമണം ഉണ്ടാകാനുള്ള ജിഷ വധക്കേസിലെ പ്രതി അമീറുൽ ഇസ്ലാമിനെ 3 മണിയോടെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് അലക്സ് റാം മുഹമ്മദ് റിപ്പോർട്ട് ചെയ്യുന്നത്. മുൻ മന്ത്രിയും ഇരിക്കൂർ എംഎൽഎയുമായ KC ജോസഫിനെതിരെ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവ്. അനധികൃത സ്വത്ത് സമ്പാദനത്തിന് AK ഷാജി എന്നയാൾ നൽകിയ പരാതിയിലാണ് കോടതി ഉത്തരവ്. അനധികൃതമായ സ്വത്ത് സമ്പാദിച്ചുവെന്ന പരാതിയിലാണ് മുൻമന്ത്രിയും ഇപ്പോൾ ഇരിക്കൂർ എംഎൽഎയുമായ KC ജോസഫിനെതിരെ അന്വേഷണത്തിന് തലശ്ശേരി വിജിലൻസ് കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. 2011 ഇരിക്കൂറിൽ മത്സരിക്കുന്ന സമയത്ത് KC ജോസഫ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുമ്പാകെ നൽകിയ സത്യവാങ്മൂലത്തിൽ നൽകിയ സ്വത്ത് വിവരങ്ങളും 2016 മത്സരിക്കുമ്പോൾ നൽകിയ സ്വത്ത് വിവരങ്ങളും തമ്മിൽ വൻ വ്യത്യാസമാണുള്ളത്. മന്ത്രി, MLA എന്നീ നിലകളിൽ ലഭിക്കുന്ന ശമ്പളവും ആനുകൂല്യങ്ങളും ഭാര്യയുടെ ശമ്പളവും ആനുകൂല്യങ്ങളും ഒത്തുനോക്കിയാൽ പോലും 18.5 ലക്ഷത്തിലധികം തുക അധിക വരുമാനമാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ളതാണ് പരാതി. ഈ തുക അധികാര ദുർവിനിയോഗവും അഴിമതിയും നടത്തി സമ്പാദിച്ചതാണെന്നും AK ഷാജി നൽകിയ പരാതിയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു. മെയ് 2 ഫയൽ ചെയ്ത കേസിൽ ജൂലൈ 16 അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കോഴിക്കോട് വിജിലൻസ് DYSPക്ക് കോടതി നിർദ്ദേശം നൽകി. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. ജിഷ കൊലപാതകത്തിൽ വിവരം മറച്ചുവെച്ചവർക്കെതിരെ നടപടിയെടുക്കാൻ പോലീസ് തീരുമാനം. അമീറുൽ താമസിച്ച കെട്ടിടത്തിന്റെ ഉടമസ്ഥനും ഏജന്റിനുമെതിരെയാണ് കേസെടുക്കുക. അമീറുലിന്റെ മെഡിക്കൽ പരിശോധന ആലുവയിൽ നടത്തി. വിവരങ്ങളുമായി ഇപ്പോൾ ഉമേഷ് ചേരുന്നുണ്ട്. ഉമേഷ്, എന്തൊക്കെയാണ് വിവരങ്ങൾ? പ്രതിയെ 3 മണിയോടെ കോടതിയിൽ ഹാജരാക്കും എന്നുള്ളതാണ് രാവിലെ തന്നെ SP പറഞ്ഞിരുന്നത്. ഇതിനു മുൻപായി വൈദ്യപരിശോധന നടത്തിയിരുന്നു. രാവിലെ 10:30 തന്നെ വൈദ്യപരിശോധനയ്ക്കുള്ള സംഘം, പ്രത്യേക സംഘം, ആലുവ ജനറൽ ആശുപത്രിയിൽ നിന്നുള്ള സംഘം പോലീസ് ക്ലബിലെത്തുകയും വൈദ്യപരിശോധന നടത്തി മടങ്ങിപ്പോവുകയും ചെയ്തു. ഇനി 3 മണിക്കാണ് പെരുമ്പാവൂർ കോടതിയിൽ ഇയാളെ ഹാജരാക്കുക. ഈ കോടതിയിൽ ഹാജരാക്കുന്ന വേളയിൽ തന്നെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടുകിട്ടണം, പ്രതിയെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടണം എന്നുള്ള അപേക്ഷ പോലീസ് സമർപ്പിക്കും. അത്തരത്തിൽ കസ്റ്റഡിയിൽ കിട്ടുകയാണെങ്കിൽ തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളിലേക്ക്. ഈ തെളിവെടുപ്പ് ഇന്ന് ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. കാരണം വൈകിട്ട് 3 മണി 4 മണിയോടെയാണ് കോടതിയിൽ എത്തുക. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം ഈ വൈകിട്ട് രാത്രിയോടെ ഇത്തരത്തിൽ തെളിവെടുപ്പിനുള്ള സാധ്യത കുറവാണ്. അങ്ങനെയാണെങ്കിൽ നാളെ ആയിരിക്കും വിശദമായ തെളിവെടുപ്പ് നടപടികൾ ഉണ്ടാവുക. മാത്രമല്ല പെരുമ്പാവൂരിൽ ഇത്തരത്തിൽ ജിഷയുടെ വീടിന്റെ പരിസരത്തും മറ്റും തെളിവെടുപ്പ് നടത്തുമ്പോൾ വലിയ സുരക്ഷ പോലീസിന് ഒരുക്കേണ്ടതുണ്ട്. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് അത്തരത്തിലുള്ള സുരക്ഷ ഉറപ്പുവരുത്തിയതിനു ശേഷമായിരിക്കും തെളിവെടുപ്പ് നടപടികൾ ഉണ്ടാവുക. 15 ദിവസത്തേക്കാണ് പോലീസ് കസ്റ്റഡിയിൽ ആവശ്യപ്പെടുക. എന്തായാലും ഇന്നത്തെ നടപടി എന്ന് പറയുന്നത് ഇനി കോടതിയിൽ ഹാജരാക്കുക എന്നുള്ളത് മാത്രമാണ്. അത് 3 മണിക്കായിരിക്കും ഇവിടെ നിന്ന് കോടതിയിലേക്ക് പ്രതിയെ കൊണ്ടുപോവുക. ഉമേഷ്, കൊച്ചിയിൽ നിന്ന്. സംസ്ഥാനത്തിന്റെ നികുതി വരുമാന വളർച്ച 20% എത്തിക്കുകയാണ് ലക്ഷ്യമെന്ന് ധനമന്ത്രി തോമസ് ഐസക്. നിലവിൽ 12% മാത്രമാണ് നികുതി വരുമാനം. കേരളത്തിന്റെ സാമ്പത്തിക നില ഭദ്രമാക്കാൻ 3 വർഷം എടുക്കുമെന്നും ധനമന്ത്രി വ്യക്തമാക്കുന്നു. പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള LDF സർക്കാർ അധികാരമേൽക്കുമ്പോൾ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി ആകെ തകർന്നിരുന്നു. ഈ സാഹചര്യത്തിലാണ് സർക്കാർ ധവളപത്രമിറക്കാൻ തീരുമാനിച്ചതെന്ന് ധനമന്ത്രി തോമസ് ഐസക് വ്യക്തമാക്കുന്നു. ഇപ്പോൾ സംസ്ഥാനത്തിന്റെ നികുതി വരുമാനം 12% മാത്രമാണ്. ഇത് വർഷാവസാനത്തിൽ 20% എത്തിക്കുകയാണ് സർക്കാർ ലക്ഷ്യമെന്നും ഐസക് പറയുന്നു. ഇത് സർക്കാർ നേരിടുന്ന വലിയ വെല്ലുവിളിയാണെന്നും അദ്ദേഹം പറയുന്നു. ഇപ്പോൾ 12%
ഇപ്പോൾ ഉള്ള നികുതി വരുമാന വളർച്ച മുൻ വർഷത്തെ അപേക്ഷിച്ച് 20% ടാർഗറ്റ് വെക്കുന്ന വർഷാവസാനം ആകുമ്പോഴേക്കും 20% ഉയർത്തണം. അത് നേടാൻ പറ്റുമെന്നുള്ള ഒരു തൻ്റെ ഇടത്തിൽ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇത് കണ്ട് ഭയപ്പെട്ടിട്ടൊന്നും ചെയ്യാതിരിക്കുന്ന സ്ഥിതിവിശേഷമായിരിക്കില്ല. റവന്യൂ കമ്മി നിലവിൽ 18,000 കോടി രൂപയാണ്. ഇങ്ങനെ പോയാൽ കടമെടുക്കുന്ന തുക റവന്യൂ കമ്മി നികത്താൻ കൊടുക്കേണ്ടിവരും. മൂലധന ചെലവിന് പണം കണ്ടെത്തിയേ മതിയാകൂ. അതുകൊണ്ട് ഇത്തരമൊരു സ്ഥിതിയിൽ ഭയപ്പെട്ടു നിൽക്കാതെ സധൈര്യം മുന്നോട്ടു പോകുമെന്നും മന്ത്രി വ്യക്തമാക്കുന്നു. എന്നാൽ കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി ഭദ്രമാകാൻ 3 വർഷമെങ്കിലും ചുരുങ്ങിയതെടുക്കും. എന്നാൽ പണമില്ലാത്തതുകൊണ്ട് ഒരു പദ്ധതിയും മുടങ്ങുന്ന അവസ്ഥ സംസ്ഥാനത്തിലുണ്ടാകില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഗുജറാത്തിലെ ഗുൽബർഗ സൊസൈറ്റി കൂട്ടക്കൊലക്കേസിൽ 11 പേർക്ക് മരണം വരെ ജീവപര്യന്തം, 12 പേർക്ക് 7 വർഷം തടവ് ശിക്ഷ, ഒരാൾക്ക് 10 വർഷം തടവ് ശിക്ഷയും വിധിച്ചു. ആർക്കും വധശിക്ഷയില്ല. വിവരങ്ങളുമായി എം സന്തോഷ് ദില്ലിയിൽ നിന്നും ചേരുന്നുണ്ട്. സന്തോഷ്, വിവരങ്ങൾ. സോമി, 14 വർഷം നീണ്ടുനിന്ന നിയമ പോരാട്ടത്തിന് ഒടുവിലാണ് 2002 ഗുജറാത്ത് കലാപത്തിനിടെ നടന്ന ഗുൽബർഗ സൊസൈറ്റി കൂട്ടക്കൊലക്കേസിൽ ഇപ്പോൾ അഹമ്മദാബാദിലെ പ്രത്യേക കോടതി വിധി പറഞ്ഞിരിക്കുന്നത്. ഇതിൽ 11 പേർക്കെതിരെയാണ് കൊലപാതക കുറ്റം ചുമത്തിയിരിക്കുന്നത്. ഈ 11 പേർക്ക് ഈ പ്രത്യേക കോടതി ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചു. അതോടൊപ്പം തന്നെ ബാക്കി വരുന്ന 13 പ്രതികളിൽ ഒരാൾക്ക് 10 വർഷം തടവും 12 പേർക്ക് 7 വർഷം തടവ് ശിക്ഷയുമാണ് വിധിച്ചിരിക്കുന്നത്. 66 പ്രതികളിൽ 32 പേരെ നേരത്തെ തന്നെ തെളിവുകളുടെ അഭാവത്തിൽ കോടതി വെറുതെ വിടുകയും ചെയ്തിരുന്നു. ഈ 2002 ഗുജറാത്ത് കലാപത്തോട് അനുബന്ധിച്ചാണ് മുസ്ലിങ്ങൾ ധാരാളമായി താമസിക്കുന്ന ഗുൽബർഗ സൊസൈറ്റി അപ്പാർട്ട്മെന്റിൽ ബജ്രംഗ് ദൾ VHP പ്രവർത്തകർ BJP പ്രവർത്തകർ കലാപമുണ്ടാക്കുകയും സൊസൈറ്റിക്ക് തീവച്ച് 69 പേരെ, അന്ന് കോൺഗ്രസ് MP ആയിരുന്ന എഹ്സാൻ ജാഫ്രി ഉൾപ്പെടെയുള്ള 69 പേരെ കൊലപ്പെടുത്തുകയും ചെയ്തത്. ഈ കേസിൽ സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് അന്വേഷണം നടത്തുകയായിരുന്നു. അന്വേഷണത്തിന്റെ പല ഘട്ടത്തിലും അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടായി എന്ന് ഇരകൾ ആരോപിച്ചിരുന്നു. പ്രത്യേകിച്ചും വലിയ കലാപത്തിന് 300-ലധികം വരുന്ന കലാപകാരികൾ നടത്തിയ ഈ ആക്രമത്തിൽ വളരെ കുറച്ചുപേരെ മാത്രമേ പ്രതി ചേർക്കാൻ കഴിഞ്ഞുള്ളൂ എന്നുള്ളതായിരുന്നു ഇരകളുടെ പ്രധാനമായും ഉള്ള ആരോപണം. ഇപ്പോഴും ഈ ശിക്ഷാവിധി പുറത്തു വന്നതിന് ശേഷവും ഇരകൾ പ്രതികരിച്ചിരിക്കുന്നത് ഈ വിധിയിൽ തൃപ്തിയില്ലെന്നും മേൽക്കോടതിയെ സമീപിക്കും എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ്. ഇഹ്സാൻ ജാഫ്രിയുടെ ഭാര്യ സാക്കിയ ജാഫ്രി ഇക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഈ കേസിലെ ഏറ്റവും പ്രധാനമായ അല്ലെങ്കിൽ പ്രതികൾക്ക് ചെറിയ ശിക്ഷ ലഭിക്കാനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്ന് ഗൂഢാലോചന കുറ്റം തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഇത് അന്വേഷണ സംഘം ഗൂഢാലോചന കുറ്റം ചുമത്തണമെന്ന് ആവശ്യപ്പെട്ടിരുന്നെങ്കിലും ഗൂഢാലോചന കുറ്റം ചുമത്താൻ ഉള്ള തെളിവുകൾ ലഭ്യമായിരുന്നില്ല. മാത്രമല്ല ഈ കേസിൽ ആദ്യഘട്ടത്തിൽ അന്നത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദിക്ക് ഉൾപ്പെടെ പങ്കുണ്ട് എന്നുള്ള ആരോപണം ഉയരുകയും ചെയ്തിരുന്നു. എന്നാൽ അന്വേഷണ സംഘം പിന്നീട് മോഡിക്ക് ഇതിൽ പങ്കില്ല എന്ന് വ്യക്തമാക്കുകയായിരുന്നു. ഏതായാലും ഇപ്പോൾ ഈ ഇരകളും അതോടൊപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ടവരും മേൽക്കോടതിയെ സമീപിക്കും എന്ന് വ്യക്തമാക്കിയതോടെ ഇത് കൂടുതൽ നിയമ പോരാട്ടങ്ങളിലേക്ക് കടക്കും എന്നുള്ള കാര്യം വീണ്ടും ഉറപ്പായിരിക്കുന്നു. സോമി, എം സന്തോഷാണ് ദില്ലിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. ഗുൽബർഗ കൂട്ടക്കൊലക്കേസിലെ കോടതി വിധിയിൽ നിന്ന് നീതി ലഭിച്ചില്ലെന്ന് ആക്രമണത്തിൽ കൊല്ലപ്പെട്ട കോൺഗ്രസ് നേതാവ് ഇഹ്സാൻ ജാഫ്രിയുടെ വിധവ സാക്കിയ ജാഫ്രി അഭിഭാഷകരുമായി ആലോചിച്ച് തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും സാക്കിയ ജാഫ്രി മാധ്യമങ്ങളോട് പറഞ്ഞു. इतना सब लोगों के साथ में उन्होंने ये सब किया और बहुत बुरी तरह से उनको जलाया और सब ये किया. उसके बाद भी उनको 7 लोगों को 11 लोगों को वहाँ पर सजा दी है और उनको बाकी को छोड़ दिया है. ये मैं इससे संतोष नहीं, मुझे इससे संतोष नहीं. और फिर मुझे तैयारी करना पड़ेगी. क्या मेरे अपने बड़ों के साथ में, मेरे अपने वकीलों के साथ में फिर मुझे राय लेना पड़ेगी और फिर मुझे आगे बढ़ना पड़ेगा. ഗുൽബർഗ കൂട്ടക്കൊലക്കേസ് വിധിയിൽ നിരാശയുണ്ടെന്ന് സാമൂഹ്യ പ്രവർത്തക ടീസ്റ്റ സെത്തൽബാദ്. ശിക്ഷ കുറഞ്ഞുപോയി. കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകുമെന്നും ടീസ്റ്റ വ്യക്തമാക്കി. All in all, we welcome the judgment but are very disappointed. We are very disappointed in the lesser sentence. We had argued for exemplary life imprisonment for all the accused, all the 24 accused. We had made a strong case that where sections like 436 and 149 are applied and they are part of a willfully armed mob that was on the attack from 9 a.m. right up to 5 p.m. There is no reason for such leniency in sentence. In that sense, that is disappointing. We will appeal this. തിരികെ വാർത്തയിലേക്ക്.
രമേശ് ചെന്നിത്തല കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിയുമായും ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുമായും കൂടിക്കാഴ്ച നടത്തി. UDF ചെയർമാൻ സ്ഥാനം ഉമ്മൻചാണ്ടി നിരസിച്ച സാഹചര്യത്തിൽ രമേശ് ചെന്നിത്തല UDF ചെയർമാൻ സ്ഥാനം കൂടി വഹിക്കും. വിവരങ്ങളുമായി മനു ശങ്കരൻ ചേരുന്നുണ്ട്. മനു, എന്തൊക്കെയാണ് കൂടിക്കാഴ്ചയുടെ വിവരങ്ങൾ? സോണി, 1 മണിക്കൂറോളം നീണ്ടാണ് കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി, ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധി എന്നിവരുമായി രമേശ് ചെന്നിത്തല കൂടിക്കാഴ്ച നടത്തിയത്. പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുത്തതിന് ശേഷം ആദ്യമായായിരുന്നു കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിയുമായി രമേശ് ചെന്നിത്തല കൂടിക്കാഴ്ച നടത്തിയത്. നിലവിൽ UDF ചെയർമാൻ പദവി ഏറ്റെടുക്കാൻ സമ്മതമല്ല എന്നൊരു നിലപാടാണ് ഉമ്മൻചാണ്ടി ഹൈക്കമാൻഡ് മുമ്പാകെ അറിയിച്ചിരുന്നത്. അതിനാൽ നിലവിലുള്ള UDF ചെയർമാൻ പദവി പ്രതിപക്ഷ നേതാവ് കൂടിയായ താൻ തന്നെ വഹിക്കും എന്ന കാര്യം ഇപ്പോൾ രമേശ് ചെന്നിത്തല മാധ്യമങ്ങൾ മുമ്പാകെ വ്യക്തമാക്കിയിരിക്കുകയാണ്. അതിനാൽ പരോക്ഷമായി തന്നെ പരാജയത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഉമ്മൻചാണ്ടി UDF ചെയർമാൻ പദവി പോലും ഏറ്റെടുക്കാതെ മാറി നിൽക്കുന്നു. അതിനാൽ ഈ പരാജയത്തിന്റെ ഉത്തരവാദിത്തത്തിൽ അല്ലെങ്കിൽ ഭാഗമായ VM സുധീരൻ അധ്യക്ഷ സ്ഥാനത്തു നിന്നും കൂടി മാറി നിൽക്കണം എന്നൊരു പരോക്ഷമായ നിർദ്ദേശവും ഹൈക്കമാൻഡ് മുമ്പാകെ എന്തായാലും ഇപ്പോൾ രമേശ് ചെന്നിത്തല കൂടി വച്ചു കഴിഞ്ഞു. നേരത്തെ ഉമ്മൻചാണ്ടി കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിലും ഇതേ നിലപാട് ആവർത്തിച്ചിരുന്നു. നിലവിൽ ഗ്രൂപ്പ് അതിപ്രസരമില്ലാത്ത ഒരു പുനഃസംഘടനയും മറ്റും നടത്തുമെന്ന് ഹൈക്കമാൻഡുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം VM സുധീരൻ വ്യക്തമാക്കിയിരുന്നു. ഇതിലെ അതിർത്തി അടക്കം രമേശ് ചെന്നിത്തല ഇന്ന് സോണിയാഗാന്ധിയെ ധരിപ്പിച്ചു. അതിനാൽ VM സുധീരനെതിരെയുള്ള പടപ്പുറപ്പാട് AI ഗ്രൂപ്പുകൾ വീണ്ടും ഹൈക്കമാൻഡ് മുമ്പാകെ ശക്തമാക്കിയിരിക്കുകയാണ്. മനു, ദില്ലിയിൽ നിന്നും. CPIM പോളിറ്റ് ബ്യൂറോ യോഗത്തിന് ദില്ലിയിൽ തുടക്കമായി. നാളെ മുതൽ 3 ദിവസങ്ങളിലായി കേന്ദ്ര കമ്മിറ്റി യോഗവും ചേരും. കേരളം ഉൾപ്പെടെ 5 സംസ്ഥാനങ്ങളിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് അവലോകനമാണ് യോഗത്തിന്റെ പ്രധാന അജണ്ട. സന്തോഷ് ദില്ലിയിൽ നിന്നും ചേരുന്നുണ്ട്. സന്തോഷ്, വിവരങ്ങൾ. ഇന്ന് പോളിറ്റ് ബ്യൂറോ യോഗവും നാളെ മുതൽ 3 ദിവസം കേന്ദ്ര കമ്മിറ്റിയുമാണ് യോഗം ചേരുന്നത്. ഈ യോഗത്തിന്റെ പ്രധാന അജണ്ട കേരളം, പശ്ചിമ ബംഗാൾ ഉൾപ്പെടെ 5 സംസ്ഥാനങ്ങളിൽ നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച സമഗ്രമായ വിലയിരുത്തലാണ്. തിരഞ്ഞെടുപ്പിന് ശേഷം ചേർന്ന പോളിറ്റ് ബ്യൂറോ യോഗം കേരളത്തിൽ പാർട്ടിക്ക് മികച്ച നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞു എന്ന് പ്രാഥമികമായി വിലയിരുത്തിയിരുന്നു. അതോടൊപ്പം തന്നെ പശ്ചിമ ബംഗാൾ ഘടകം സ്വീകരിച്ച തിരഞ്ഞെടുപ്പ് തന്ത്രം പാർട്ടി നയത്തിന് യോജിച്ചതായിരുന്നില്ല എന്നുള്ള ഒരു വിലയിരുത്തലും നേരത്തെ ചേർന്ന പോളിറ്റ് ബ്യൂറോ യോഗത്തിലുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഈ സംസ്ഥാനങ്ങളിലെ സംസ്ഥാന കമ്മിറ്റികൾ യോഗം ചേരുകയും തിരഞ്ഞെടുപ്പ് വിലയിരുത്തൽ നടത്തുകയും ചെയ്തത്. കേരള സംസ്ഥാന ഘടകവും അതോടൊപ്പം തന്നെ പശ്ചിമ ബംഗാൾ സംസ്ഥാന ഘടകവുമെല്ലാം യോഗം ചേർന്ന് തിരഞ്ഞെടുപ്പിനെ വിലയിരുത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ട് തയ്യാറാക്കുകയും പാർട്ടി കേന്ദ്ര നേതൃത്വത്തിന് കൈമാറുകയും ചെയ്തിരുന്നു. ഈ റിപ്പോർട്ടുകൾ വിശദമായി പരിശോധിച്ചുകൊണ്ട് ഇന്ന് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന പോളിറ്റ് ബ്യൂറോ യോഗം റിപ്പോർട്ട് തയ്യാറാക്കി നാളെ കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ അവതരിപ്പിക്കുകയാണ് ചെയ്യുക. സന്തോഷാണ് ദില്ലിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരത്ത് 9 വയസ്സുകാരന് രണ്ടാനച്ഛന്റെ ക്രൂരമർദ്ദനം. രണ്ടാനച്ഛനായ വലിയതുറ സ്വദേശി അരുൺ 9 വയസ്സുള്ള വിപിനെ ക്രൂരമായി മർദ്ദിക്കുകയും 2 കൈകളും തല്ലിയൊടിക്കുകയും ചെയ്തു. മർദ്ദനമേറ്റ വിപിൻ ശസ്ത്രക്രിയയെ തുടർന്ന് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. മദ്യലഹരിയിലാണ് അരുൺ കുട്ടികളെ മർദ്ദിച്ചത്. സംഭവത്തിൽ വലിയതുറ പോലീസ് കേസെടുത്തു. സഹോദരി താര ചിത്ര ഹോമിൽ സംരക്ഷണത്തിലാണ്. വാർത്തയിലേക്ക്. ലോക രക്തദാതാക്കളുടെ ദിനാചരണത്തോടനുബന്ധിച്ച് രക്തദാനം നടത്തിയവരെ ബോബി ചെമ്മണ്ണൂർ ഗ്രൂപ്പ് ആദരിച്ചു. 100ാമത്തെ തവണ രക്തദാനം നടത്തി ബൈജു നെല്ലിമൂടിനെയും മറ്റ് നിരവധി ബ്ലഡ് ഡൊണേഴ്സിനെയും ഡോക്ടർ ബോബി ചെമ്മണ്ണൂർ പുരസ്കാരം നൽകി ആദരിച്ചു. രക്തദാന ചടങ്ങ് കെ. ആൻസ്ലൻ MLA ഉദ്ഘാടനം ചെയ്തു. വിൻസെന്റ് MLA മുഖ്യാതിഥിയായിരുന്നു. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറിന്റെ നേതൃത്വത്തിൽ റാന്നി പുതുമൺ സർക്കാർ വൃദ്ധസദനത്തിൽ റെഫ്രിജറേറ്റർ കൈമാറി. SBT മാനേജിംഗ് ഡയറക്ടർ CR ശശികുമാറാണ് റെഫ്രിജറേറ്റർ അഗതി മന്ദിരം സൂപ്രണ്ട് ചന്ദ്രബോസിന് കൈമാറിയത്. മുൻവർഷത്തെ അപേക്ഷിച്ച് SBT ഈ വർഷം സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾക്കായി കൂടുതൽ തുക വിനിയോഗിക്കുമെന്നും MD അറിയിച്ചു. ഇലന്തൂർ ബ്ലോക്ക് പ്രസിഡന്റ് MP സത്യൻ, SBT കോട്ടയം റീജിയണൽ മാനേജർ വിനായക് L കൈസർ തുടങ്ങിയവർ പങ്കെടുത്തു.